ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ഓണവും എത്തിയിട്ടുണ്ട്. സദ്യയിലെ കറികൾക്ക് ടേസ്റ്റ് കൂട്ടാനുള്ള കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. നമ്മുടെ കല്യാണ സദ്യകളിലെ കറികൾ അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിന് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ടിപ്പുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ ഈ ഓണത്തിന് നിങ്ങൾക്കും സ്റ്റാർ ആകാം. എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണേ. ഞാനിത് 2 പേർക്ക് കഴിക്കാനുള്ള അളവിലാണ് ഫുഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്കാണോ വേണ്ടത് അതിനനുസരിച്ച് അളവ് കൂട്ടാം. ആദ്യം തന്നെ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. ഇതിന് നമ്മുടെ നാട്ടിൽ ചേമ്പുമുട്ട എന്നാണ് പറയാറ്. സാധാരണ സാമ്പാറിൽ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സാമ്പാറിന്റെയും അവിയലിന്റെയും ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും പച്ചക്കറികൾ എടുക്കാം. അപ്പോൾ ഞാൻ കഷ്ണങ്ങളാക്കി പച്ചക്കറികളെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാല എല്ലാം ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്ത പൊടി ആഡ് ചെയ്യുമ്പോൾ സാമ്പാറിന് ഒന്നുകൂടി ഒരു രുചിയും മണവും കൂടും. ഞാനിവിടെ പൊടികളായിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടിയും പിന്നെ വളരെ കുറച്ച് സാമ്പാർ പൗഡറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാമ്പാർ പൗഡർ ഓപ്ഷണലാണ്, ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ ഈ മല്ലിപ്പൊടി കുറച്ച് അധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് നമ്മൾ അങ്ങനെ വറുക്കേണ്ട ആവശ്യമില്ല. പരിപ്പ് ഞാൻ ഏകദേശം ഒരു 180 ഗ്രാം അളവിൽ എടുത്തിട്ടുണ്ട്. ഞാൻ പരിപ്പും സാമ്പാർ കഷ്ണങ്ങളും ഒരുമിച്ചാണ് വേവിക്കാറ്. എനിക്കപ്പോൾ തന്നെ പരിപ്പ് നല്ല രീതിയിൽ വെന്ത് കിട്ടാറുണ്ട്. പിന്നെ നമ്മുടെ മൂപ്പിച്ച് വെച്ച മസാലയും കഷ്ണങ്ങളോടൊപ്പം തന്നെ വേവിക്കുന്നുണ്ട്. എനിക്കത് ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കഷ്ണങ്ങളിൽ മസാല കുറച്ചുകൂടി പിടിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. ഒരു 3 വിസിൽ വരെയൊക്കെ വെച്ചു കൊടുത്താൽ മതിയാകും. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. പ്രഷറെല്ലാം നന്നായിട്ട് പോയതിനു ശേഷം നമ്മുടെ കുക്കറൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, പരിപ്പും കഷ്ണങ്ങളും ഒക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കഷ്ണങ്ങൾ ഏകദേശം ഇങ്ങനെ തീരെ ഉടഞ്ഞു പോകാത്തതാണ് സാമ്പാറിന് രുചി. പിന്നെ ഇനി നമ്മുടെ കടുക് വറുക്കുന്നത് ഞാൻ എണ്ണയിലല്ല നെയ്യിലാണ് കടുക് വറുത്തെടുക്കുന്നത്. നെയ്യിൽ കടുക് വറുക്കുമ്പോൾ ശരിക്കും നമ്മുടെ കല്യാണ സദ്യയിലെ ടേസ്റ്റ് തന്നെ സാമ്പാറിന് തോന്നും. ശേഷം കുറച്ചധികം മല്ലിയിലയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വിളമ്പിയാൽ കുറച്ചുകൂടി ഒരു മണവും രുചിയൊക്കെ കിട്ടും. അടുത്തത് ഓലൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് കുമ്പളങ്ങ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളകും ഉപ്പും വെള്ളവും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇതിൻ്റെ ആ പരുവം എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളങ്ങ കണ്ണാടി പോലെ ആവുക എന്ന് പറയും. അതായത് നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നതാണ് ഇതിൻ്റെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം പകുതി വേവാകുമ്പോൾ തന്നെ നമ്മുടെ വൻപയർ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ വേവിച്ച് വെച്ച വൻപയറാണ്. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വെള്ളമൊക്കെ വറ്റി നമ്മുടെ കുമ്പളങ്ങ നല്ല പരുവത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം വേവിക്കരുത്. ഓലൻ്റെ പ്രധാന രുചി തേങ്ങാപ്പാലിൻ്റെയും പച്ചമുളകിൻ്റെയും ആണ്. അതുകൊണ്ട് തന്നെ വേറെ മസാല ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കറിവേപ്പിലയും വെളിച്ചെണ്ണയും അവസാനം ചേർക്കുന്നത് നല്ല മണവും സദ്യയുടെ ആ ഒരു പ്രത്യേക രുചിയും നൽകും. വെളിച്ചെണ്ണ ഒരു ചെറിയ സ്പൂൺ അവസാനം പച്ചയ്ക്ക് ചേർക്കുന്നത് ഓലൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഉയർത്തും. അങ്ങനെ നമ്മുടെ ഓലൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വിളമ്പാം. അടുത്തതായി തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. ഇതിനു വേണ്ടി നല്ല കളറുള്ള ബീട്രൂട്ട് എടുത്താൽ, അതായത് നമ്മുടെ ഈ ഊട്ടി ബീട്രൂട്ടില്ലേ, അതൊക്കെയാണെങ്കിൽ പച്ചടിക്ക് നല്ല കളർ കിട്ടും. ബീട്രൂട്ട് വളരെയധികം വേവിക്കരുത്. വേവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം വിട്ടുപോകും. കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാനായി 180 ഗ്രാം തേങ്ങ, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കടുകും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. പിന്നെ നമ്മുടെ പച്ചടിക്ക് നല്ല ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് തേങ്ങ അരയ്ക്കുമ്പോൾ ഇങ്ങനെ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് മുഴുവൻ വെള്ളമായിപ്പോവും. നേരെ തേങ്ങ അരഞ്ഞ് കിട്ടുകയില്ല. അതായത് ഇപ്പോൾ കണ്ടില്ലേ, നല്ല രീതിയിൽ ക്രീമി പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ ബീട്രൂട്ടും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് അരപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മിക്സിയുടെ ആ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി, ഒരുപാട് വെള്ളം ആവരുത്, വളരെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് വേണമെങ്കിൽ നമുക്ക് മിക്സിയിൽ വേവിച്ചതിന് ശേഷം അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ റോ ആയിട്ടും ബീട്രൂട്ട് അടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എനിക്ക് അതിനേക്കാൾ കാലം ഇതുപോലെ ചെയ്യുമ്പോഴാണ് പച്ചടിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഏകദേശം തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ക്രാൻബെറിയുടെ യോഗേർട്ടാണ്. നമ്മുടെ ബീട്രൂട്ട് പച്ചടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. ഇതിൽ വലിയ രീതിയിലുള്ള കട്ടയൊന്നുമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് വിസ്ക് വെച്ചൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടല്ല ചെയ്യുന്നത്. ഇനി തീയുടെ ആവശ്യവുമില്ല. തൈര് ചേർത്തതിന് ശേഷം ഒരിക്കലും തിളപ്പിക്കരുത്. ചെറിയൊരു തീയിൽ ചൂടാക്കി അപ്പോൾ തന്നെ ഓഫ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചൂടാക്കുന്നില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് നല്ല പിങ്ക് നിറം നിലനിർത്താൻ അധികം വെള്ളമൊഴിച്ച് വേവിക്കാതിരിക്കുക. ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് സമയം വെച്ചാൽ തേങ്ങയും തൈരും ബീട്രൂട്ടിൻ്റെ രുചിയുമായി ചേർന്ന് സദ്യക്ക് കൂടുതൽ രുചി കിട്ടും.
അടുത്തതായിട്ട് നമുക്ക് പരിപ്പിൻ്റെ റെസിപ്പിയിലേക്ക് നോക്കാം. ഞാനിവിടെ നമ്മുടെ സാധാരണ പയർ വേവിച്ചിട്ടാണ് പരിപ്പ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുക്കറിൽ വെച്ച് പയർ അത്യാവശ്യം നല്ല രീതിയിൽ വേവിക്കുക. ശേഷം മിക്സിയുടെ ജാറിൽ വെച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നമ്മുടെ ഒരു പാകത്തിന് ചേർത്താൽ മതിയാകും. പരിപ്പ് എപ്പോഴും ഒരു കട്ടിയുള്ള ടെക്സ്ചറാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും തേങ്ങയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. പിന്നെ നമ്മുടെ പരിപ്പ് തയ്യാറാക്കുമ്പോൾ ഒരുപാട് തേങ്ങയുടെ ആവശ്യമില്ല, വളരെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതിയാകും. വളരെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പച്ചടിയുടെ ഒന്നും അത്ര ഫൈൻ പേസ്റ്റ് ആവണ്ട, എന്നാലും കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടണം. ഇനി അരപ്പ് പയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം വളരെ കുറച്ച് വെള്ളം, അതായത് മിക്സിയുടെ ജാറ് നമ്മളൊന്ന് കഴുകിയെടുത്ത് ആ വെള്ളം പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഈ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് പയറിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും മണവും കിട്ടും. ഇതൊക്കെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ പയറിങ്ങനെ വെള്ളം അല്ല അതൊന്നും ഇങ്ങനെ പുറത്തേക്ക് തെറിക്കും. ഇനി നമ്മുടെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഞാൻ നെയ്യും വെളിച്ചെണ്ണയും സമാസമം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ പരിപ്പിന് നല്ലൊരു മണവും ടേസ്റ്റും കൂട്ടാൻ വളരെയധികം സഹായിക്കും. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കൂട്ടുകറിയുടെ റെസിപ്പി നോക്കാം. ഞാനിവിടെ ഉരുളക്കിഴങ്ങ് സോയാബീൻ കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഒരു ഉരുളക്കിഴങ്ങും പകുതി സവാളയും, ഒരു സവാളയുടെ പകുതിയും എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞു കൊടുത്തതിന് ശേഷം നമ്മുടെ തേങ്ങയുടെ 2ാം പാലിൽ വേവിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ട സോയാബീൻ നേരത്തെ തന്നെ ചൂടുവെള്ളത്തിൽ വെച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് ഒരു പകുതി വേഗമാകുമ്പോൾ നമ്മുടെ സോയാബീനും കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ വെള്ളം ചേർക്കാതെ തേങ്ങയുടെ 2ാം പാലിൽ വേവിച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെ കിട്ടും. തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് വറ്റി നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മുടെ തേങ്ങയുടെ 1ാം പാൽ, അതായത് നമ്മുടെ നല്ല കട്ടിപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തെടുക്കാം. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് നമ്മുടെ കൂട്ടുകറി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. കൂട്ടുകറി എപ്പോഴും കുറച്ച് കട്ടിയുള്ളതായിരിക്കും, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഏതൊരു കറി ആയാലും ഉണ്ടാക്കി നമ്മളൊരു 5 മിനിറ്റ് അടച്ചു വെച്ച് പിന്നീട് സെർവ് ചെയ്യുമ്പോഴാണ് ആ കറിയുടെ യഥാർത്ഥ രുചി കിട്ടുന്നത്. അടുത്തതായി നമുക്ക് കാബേജ് തോരൻ്റെ റെസിപ്പി നോക്കാം. കാബേജ് തോരനെന്നല്ല, ഏത് തോരനായാലും കുഴപ്പമില്ല, എന്നാലും നമ്മുടെ സദ്യകളിൽ കൂടുതലും കണ്ടുവരുന്നത് കാബേജ് തോരനാണല്ലോ. അപ്പോൾ വളരെ കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് കൊച്ചുള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് അരപ്പ് തയ്യാറാക്കി എടുക്കാം. തേങ്ങയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കാബേജിൻ്റെ പകുതി തേങ്ങ എടുത്താൽ മതിയാകും. പിന്നെ തോരന് വേണ്ടിയുള്ള കാബേജ് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇതളുകൾ കുറച്ച് കട്ടിയുള്ളത് വാങ്ങാൻ ശ്രദ്ധിക്കുക, അപ്പോൾ തോരൻ കുഴയാതെ കിട്ടും. അടുത്തതായി നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കി എടുക്കാം. അതിന് ഇതുപോലെ നമ്മുടെ വെള്ളരിക്ക ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് വെള്ളരിക്ക ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം. വെള്ളരിക്കയുടെ വേവെന്ന് പറയുന്നത് അത് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ട്, അതായത് നമ്മുടെ കണ്ണാടി പോലെ ആയി കിട്ടണം. അപ്പോൾ അത് വെന്തു എന്നാണ് അർത്ഥം. ഇനി ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി കുറച്ച് കൊച്ചുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കുന്നില്ല, കാരണം നമ്മൾ വെള്ളരിക്ക വേവിക്കാൻ വെച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നമ്മുടെ തേങ്ങ അരച്ചെടുക്കണം. നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടണം, അല്ലെങ്കിൽ ഒരുമാതിരി കൊത്തുപോലെ ഇങ്ങനെ കിടക്കും. ഇതുപോലെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേ നമ്മുടെ വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മുടെ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഞാൻ വളരെ കുറച്ച് പഞ്ചസാര, ഈ കാണുന്ന ഇത്ര അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ടേസ്റ്റിനെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. പിന്നെ അത് ഇത്ര തൈരാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കിയെടുത്ത് നമുക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് കടുകും കൂടി താളിച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളരിക്ക പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്.
അടുത്തത് നമ്മുടെ അവിയൽ തയ്യാറാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരേ അളവിൽ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് അവിയൽ എപ്പോഴും നല്ല കട്ടിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് വെള്ളം വടിയുന്ന ടൈപ്പിലുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടില്ല. അതായത് നമ്മുടെ വെള്ളരിക്ക പോലുള്ളത്. വളരെ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അവിയൽ എപ്പോഴും ഇതുപോലെ മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. നമ്മുടെ അവിയലിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങയും ഉള്ളിയും നമ്മുടെ ജീരകവും പിന്നെ കാന്താരി മുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കാന്താരി മുളകും കൂടി ഇട്ട് കൊടുക്കാം. കൂടാതെ ഇതിൻ്റെ കൂടെ വളരെ കുറച്ച് പുളിയില്ലാത്ത തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പിലേക്ക് ഇതും കൂടി തൈരും കൂടി ചേർക്കുമ്പോൾ പ്രത്യേകം ഒരു രുചി തന്നെ നമ്മുടെ അവിയലിന് കിട്ടും. തൈര് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അവിയലിന് ഒരു രീതിയിലുള്ള പുളിപ്പും ഉണ്ടാവില്ല. മാത്രമല്ല നല്ലൊരു ടേസ്റ്റ്, നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ തന്നെ നമുക്ക് റെഡിയായി കിട്ടും. ഇനി അതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് അടച്ചു വെക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പയർ മെഴുക്കുവരട്ടി കൂടി ഉണ്ടാക്കിയെടുക്കാം. പയർ ഈ ഒരു വലിപ്പത്തിൽ അരിഞ്ഞ് അതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പും ഒരു പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ വളരെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ പയർ മെഴുക്കുവരട്ടിയിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അങ്ങനത്തെ നമ്മുടെ പയർ മെഴുക്കുവരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ പൊടിക്കൈകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും വീട്ടിൽ വളരെ അടിപൊളി കല്യാണ സദ്യ തന്നെ തയ്യാറാക്കി എടുക്കാം. ഇതൊന്നുമല്ലാതെ തന്നെ സദ്യയിൽ വളരെയധികം കറികൾ ഇനിയും ബാക്കിയുണ്ട്. നമ്മുടെ 101 കറികൾ കൂട്ടിയുള്ള സദ്യ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ 101 കറികൾ ഉൾപ്പെടെയുള്ള സദ്യ നമുക്ക് തയ്യാറാക്കാനായിട്ട് കഴിയും. എന്നാലും നോർമൽ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്ന സദ്യയുടെ കറികൾ ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.